സ്ത്രീപീഡനങ്ങൾക്കെതിരെ നിയമം കർശനമാണെങ്കിലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെന്ന് അന്വേഷി പ്രസിഡന്റ് കെ അജിത. അരുണ ഷാൻബാഗിന്റെ മരണം പൊതുസമൂഹത്തിന് മുന്നിൽ പല ചോദ്യങ്ങളും ബാക്കിയാക്കുകയാണെന്നും അജിത ജീവൻ ന്യൂസിനോട് പറഞ്ഞു. അരുണ മരണത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. അരുണയെ ക്രൂരമായി പീഡിപ്പിച്ച സോഹൻലാൽ 7 വർഷം കൊണ്ട് ശിക്ഷ കഴിഞ്ഞിറങ്ങി. ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. 32 വർഷം ഒരു ജീവച്ഛവം പോലെ ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ശേഷം കിടക്കേണ്ടി വന്നു എന്നുള്ളത് ശരിക്കും ഇന്ത്യയിലെ മൊത്തം സ്ത്രീത്വത്തിന് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് അങ്ങേയറ്റം അപമാനമാണ് ഇന്ത്യൻ സൊസൈറ്റിക്ക് എന്ന് ഞാൻ പറയും. പുരുഷാധിപത്യ പോലീസ് സംവിധാനവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണകൂടവും ഇത്തരം സ്ത്രീപീഡകർക്ക് ഒത്താശ ചെയ്യുകയാണ്. ഇവിടെ പ്രത്യേകിച്ചും ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെതിരായിട്ട് ഒക്കെ ശക്തമായ നിയമങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് നടപ്പിലാക്കുന്ന ഏജൻസി ആരാണ്? അത് പോലീസാണ്. പോലീസാണെങ്കിൽ അടിമുടി പുരുഷാധിപത്യപരമാണ്, മാത്രമല്ല കറപ്റ്റുമാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു മെഷീനറിയാണ് നമുക്കുള്ളത്. നീതിക്ക് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഈ പെൺകുട്ടികൾ ആരെ ആശ്രയിക്കണം? ഇപ്പം സൂര്യനെല്ലി കേസിലെ സൂര്യനെല്ലി പെൺകുട്ടി അവളിപ്പോഴും നീതിക്ക് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന. പൊതുസമൂഹം ഇനിയും ഉണരേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾ സംഘടിത ശക്തിയായി വളർന്നു വന്നാൽ മാത്രമേ ഇത്തരം ചെയ്തികൾക്കെതിരെ സമൂഹ മനസ്സ് ഉണരുകയുള്ളൂവെന്നും അജിത പറഞ്ഞു. സ്ത്രീകളെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ അരുണ ഷാൻബാഗിൻ്റെ അയ്യോ പാവം എന്ന് പറഞ്ഞ് നമ്മളൊരു നല്ല കഥ വായിച്ച സുഖത്തിൽ ആൾക്കാരിരുന്നാൽ പോരാ, ഇത് ചർച്ച ചെയ്യണം. അണ്ണാർ കണ്ണനും തന്നാലായത് എന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും പലതും ചെയ്യാൻ കഴിയും. അന്വേഷി പോലുള്ള സംഘടനകളും അതാണ് ചെയ്യുന്നതെന്നും അജിത കൂട്ടിച്ചേർത്തു. ജീവൻ ന്യൂസ്, കോഴിക്കോട്.